നമസ്കാരം. കോഴിക്കോട് കോട്ടപ്പറമ്പ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയുടെ ചുറ്റുമതിലിനോട് ചേർന്ന് സ്വകാര്യ വ്യക്തി മണ്ണെടുത്ത് മാറ്റിയതിനെ തുടർന്ന് മതിലിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണു. മണ്ണെടുത്തു മാറ്റിയതിന് പുറമെ ചുറ്റുമതിലിൻ്റെ ഉള്ളിലേക്കുള്ള മണ്ണ് തുരന്നെടുത്ത നിലയിലാണ് ഈ ഭാഗത്തെ കല്ലുകൾ ഇളകിയിട്ടുണ്ട്. പോലീസ് സ്ഥലത്തെത്തി പ്രവൃത്തി നിർത്തിവെക്കാൻ നിർദ്ദേശിച്ചു. മതിലിനോട് ചേർന്ന ഇരുമ്പ് കമ്പികൾ സ്ഥാപിക്കുന്നതിനായി പൈലിംഗ് നടത്തവെയായിരുന്നു കേരള ഹെൽത്ത് റിസർച്ച് ആൻഡ് വെൽഫെയർ സൊസൈറ്റി പേവാർഡ് കെട്ടിടത്തിനോട് ചേർന്ന ഭാഗത്തെ മതിലാണ് ഇടിഞ്ഞത്. ഇതിനോട് ചേർന്ന് ആശുപത്രിയിൽ ക്യാൻറ്റീൻ പ്രവർത്തിക്കുന്നത്. ആശുപത്രിയിലുള്ള ജല വിതരണ കുഴൽ, ക്യാൻറ്റീനിലേക്കുള്ള പാചകവാതക പൈപ്പ് ലൈൻ എന്നിവയും പൊട്ടി. പൈപ്പിൽ നിന്ന് വെള്ളം പായാകുന്നുണ്ട്. മതിൽ ഇടിഞ്ഞ ഭാഗത്തു നിന്ന് അല്പം മാറി 4 മീറ്ററോളം നീളത്തിൽ വിള്ളൽ വീണിട്ടുണ്ട്. അപകടാവസ്ഥ മുന്നിൽ കണ്ട് പേവാർഡ് കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം നിന്നുള്ള 9 രോഗികളെ വാർഡിലേക്ക് മാറ്റി. കെട്ടിട നിർമ്മാണത്തിൻ്റെ ഭാഗമായി ഇവിടെ ഒരു മാസമായി മണ്ണെടുത്ത് മാറ്റുന്നുണ്ട്. 2-3 മീറ്റർ താഴ്ചയിലാണ് മണ്ണെടുത്ത് മാറ്റിയത്. എന്നാൽ പിൻവശത്തുള്ള വെള്ളം കെട്ടിക്കിടക്കുകയാണ്. ഇന്നലെ രാവിലെ മുതൽ തുടങ്ങിയ ഇടിയൽ ഇന്നലെ രാത്രിയും തുടർന്നു. മഴ ശക്തിയായതിനാൽ അപകട സാധ്യത കൂടുതലാണ്. ചുറ്റുമതിലിന് സമീപത്തു നിന്നും മണ്ണെടുക്കുമ്പോൾ 1 മീറ്ററെങ്കിലും വീഴണമെന്നതുകൂടി പാലിക്കാതെയാണ് മണ്ണെടുത്തത്. ഇതിനാലാണ് മതിൽ വേഗത്തിൽ ഇടിയാൻ കാരണമായത്. കോർപ്പറേഷനിൽ നിന്നും കെട്ടിട നിർമ്മാണത്തിന് അനുമതി ലഭിക്കാതെയാണ് നിർമ്മാണം തുടങ്ങിയത്. പ്ലാനിംഗ് അപാകതകൾ കണ്ടതിനെ അനുമതി നിഷേധിക്കുകയും പൈലിംഗ് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഇത് നിർത്തിവെക്കണമെന്ന് മതിലിന് സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും ആവശ്യപ്പെട്ട് നോട്ടീസും നൽകിയതായി കോർപ്പറേഷൻ അധികൃതർ പറഞ്ഞു.